ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാം നമ്പർ 3, മൂന്നാം സങ്കീർത്തനം. സാം നമ്പർ 3. സാം നമ്പർ 3, മൂന്നാം സങ്കീർത്തനം നമുക്ക് വാക്യമായി വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു മരിക്കുന്നു. ഒടുവിലത്തെ 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവേ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. എൻ്റെ ശത്രുക്കളൊക്കെയും ചീട്ടത്തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം തൻ്റെ ജനത്തിന്മേൽ പെരുമാറാകട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിൻ്റെ മഹത്വം കരേറ്റാം. നാം വായിച്ചത് രക്ഷ മനുഷ്യർക്കുള്ളതാകുന്നല്ല, വായിച്ചത് രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം പ്രാപിച്ചത് ഈ മക്കൾ കരങ്ങൾ ഉയർത്തി കൃത്യയോട് കർത്താവിന് ശബ്ദമർപ്പിക്കാം. മനുഷ്യനെ കൊണ്ട് ഇത് അസാധ്യമാണ്. മനുഷ്യനെ കൊണ്ട് അസാധ്യം, എന്നാൽ ദൈവത്തെ കൊണ്ട് സാധ്യം. മനുഷ്യനെ കൊണ്ട് അസാധ്യം, ദൈവത്തെ കൊണ്ട് സാധ്യം. ഇന്ന് പകൽക്കാല വിഷയങ്ങളുടെ നടുവിലും പലതും മാനുഷികമായ കരങ്ങൾ അസ്തമിക്കുമ്പോൾ, മാനുഷികമായ ശബ്ദങ്ങൾ അസ്തമിച്ചു പോകുമ്പോൾ, മാനുഷികമായ കരങ്ങൾ ക്ഷീണിച്ചു പോകുമ്പോൾ, ഇല്ല, പ്രവർത്തിപ്പാൻ സന്നദ്ധനായവൻ സദാകാലവും എനിക്ക് വേണ്ടി ജീവിക്കുന്ന പുരാതനായ ഒരു ദൈവമുണ്ട്. ഞാൻ ആ ദൈവത്തെ വാഴ്ത്തുവാനായി ഇന്ന് പകൽക്കാലം അവന് മഹത്വം കരേറ്റുവാൻ, അവൻ്റെ പൈതലായി തീരുവാൻ, അവൻ്റെ സാക്ഷിയായി തീരുവാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി. അവൻ എന്നെ ഒരുക്കിയ കൃപകളെ ഓർക്കുമ്പോൾ അതിരം തുറന്ന ശക്തിയോടെ കർത്താവിനെ വാഴ്ത്താം. അപ്പാ, രക്ഷ യഹോവയ്ക്കുള്ളത്, രക്ഷ ദൈവത്തിനുള്ളത്, രക്ഷ ദൈവത്തിനുള്ളത്. ഒരു സാധ്യതയും ഇല്ലാത്ത ഈ ലോകത്തിൽ അങ്ങയുടെ കണ്ണുകൾ എന്നെ കണ്ടു. ആ കണ്ണ് കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വലിച്ചെടുക്കുവാൻ കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ ദയ തോന്നിയതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയം കർത്താവിനെ വാഴ്ത്താം. എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വന്നത്, എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വന്നത് എൻ്റെ യേശു കർത്താവിൻ്റെ കണ്ണ് എന്നെ കണ്ടതുകൊണ്ടാണ്. അവൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. Nothing in the world can change me. ഈ ലോകത്തിലുള്ള ഒന്നിനും എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ പര്യാപ്തമായിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ സ്നേഹം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ, നമ്മുടെ ആകുലകളെ മാറ്റുവാൻ, നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ചിന്തകളെ മാറ്റുവാൻ, നമ്മുടെ അസ്വസ്ഥതകളെ മാറ്റുവാൻ യേശുവിൻ്റെ സ്നേഹം അത് പര്യാപ്തമായതാണ്. ഇന്ന് പകൽക്കാലമായ യേശുവിൻ്റെ സ്നേഹം കുറഞ്ഞു പോകുന്നില്ല. യേശുവിൻ്റെ സ്നേഹം, ഹല്ലേലൂയ, ജീവിതങ്ങളുടെ ഉള്ളിൽ, ഹല്ലേലൂയ, യേശു കർത്താവിൻ്റെ സ്നേഹത്താൽ നാം നിറയപ്പെടുക. ആ കർത്താവിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നല്ലോ. അനേക ക്ഷീണിതരായി, അനേക ബുദ്ധിമുട്ടുകളിലായി, ഹല്ലേലൂയ, സുലഭം പ്രാപിച്ചിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ജീവനെ നൽകി, നമ്മുടെ ആയുസ്സിനെ നൽകി, ആരോഗ്യം നൽകി, നമ്മുടെ കാലുകൾക്ക് ബലം നൽകി, നരിയാണികൾക്ക് കർത്താവ് ബലം നൽകി, നമ്മുടെ കരങ്ങൾക്ക് ബലം നൽകി, നമ്മുടെ വിരലുകൾക്ക് കർത്താവ് ബലം നൽകി. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം കർത്താവിനെ വാഴ്ത്തുവാൻ
കർത്താവ് നമ്മുടെ ദിവസങ്ങളിൽ കടന്നു വരാനിടയായല്ലോ. അപ്പോൾ ആ ചെയ്ത പ്രവൃത്തികൾക്കായി നന്ദി അർപ്പിക്കാം. ദൈവം ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും നന്ദി അർപ്പിക്കാം. രക്ഷ ദൈവത്തിനുള്ളതാണ്, യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹം അയച്ചാൽ അത് ജനത്തിൻ്റെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. കർത്താവേ, നിൻ്റെ പ്രവൃത്തി ഹല്ലേലൂയ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സമസ്ത മേഖലകളിലും കർത്താവിനെ വാഴ്ത്തുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ കർത്താവേ ഹല്ലേലൂയ അവിടുന്ന് ഇടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദിവസത്തിൽ നമ്മളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തി സമർപ്പിക്കാം. അപ്പോൾ നിൻ്റെ പ്രവൃത്തി എന്നിലെ കർത്താവേ, നിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിടയായി. ഞാൻ പോയ അവസ്ഥകളിൽ മേലെല്ലാം കർത്താവിൻ്റെ കരുതൽ എന്നോട് കൂടെ ഇരുന്നല്ലോ. ജോലി ചെയ്ത സ്ഥാനങ്ങൾ, വരാൻ അനർത്ഥങ്ങൾ കർത്താവ് നമ്മളെ വിടുവിച്ചല്ലോ. അനേക വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിച്ചറിയുവാനിടയായി. ഇതുപോലെ കാലം വീണ്ടും ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. വീണ്ടും നമ്മളെ നടത്തുവാൻ മതിയായ ദൈവമാണ്. തൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലയക്കും. ഹല്ലേലൂയ. നിശ്ചയമായി ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിശ്ചയമായി ഉത്തരമരുളുന്ന ദൈവോ, പ്രാർത്ഥനാ ശബ്ദങ്ങളെ തള്ളിക്കളയാത്ത ദൈവോ, നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ നമ്മളെ നടത്തുവാൻ നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങളെ നടത്തണമേ, വീണ്ടും ഞങ്ങളുടെ പ്രവൃത്തി ഞങ്ങളുടെ നടുവിൽ അയക്കണമേ കർത്താവ്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായി നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. ക്ഷണിതരായി നാം ആയിരിക്കുന്നെങ്കിൽ നമുക്ക് വീണ്ടും ആവശ്യമായ ബലം കർത്താവ് കൽപ്പിക്കൂ. അവസ്ഥകളുടെ മേൽ വീണ്ടും കർത്താവ് നമ്മളെ സഹായിക്കൂ. ദാഹത്തോടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധി നാം സമർപ്പിക്കുന്നെങ്കിൽ കർത്താവേ, എൻ്റെ അവസ്ഥകളോട് അവിടുന്ന് വീണ്ടും കർത്താവ് മനസ്സലിയണമേ. എന്നെ വീണ്ടും കർത്താവേ ഞങ്ങളുടെ ആത്മാവിനാൽ ഹല്ലേലൂയ പുതുക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായി ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ശൂന്യമായ അവസ്ഥകളെ കർത്താവ് പണിയും. ഹല്ലേലൂയ. നിശ്ചയമായ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം, താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിൻ്റെ പ്രവൃത്തി ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ അയക്കണമേ. ഹല്ലേലൂയ. നിൻ്റെ ഉദ്ദേശം എന്നിൽ കൂടെ കർത്താവ് നിറവേറ്റണമേ. എൻ്റെ ആകുലകളേക്കാൾ, എൻ്റെ ചിന്തകളേക്കാൾ കർത്താവേ ഉന്നതമായ വിചാരം നിനക്കുണ്ട്, ഉന്നതമായ പ്രവൃത്തി കർത്താവ് നിനക്കുണ്ട്. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ബലമുള്ള കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് കൂടിയവരനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെ ഞങ്ങളോട് കാണിച്ചതേക്കായി വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അനേക കർത്താവെ നൽകിയ വിടുതലിനും ആശ്വാസത്തിനുമായി ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ് കർത്താവെ. അനേക കർത്താവെ അനേക കർത്താവ് രക്ഷയില്ലാതെ അവർ അവസ്ഥകളിൽ കർത്താവെ അവർ ഹല്ലേലൂയ തളർച്ചയിലേക്കും അനേക അവസ്ഥകളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഇല്ല, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷ കൽപ്പിച്ചു, ഞങ്ങളെ ഉദ്ധരിച്ചു കർത്താവെ. ഞങ്ങളെ അവിടുന്ന് ഇത്രത്തോളം നിലനിർത്തിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. വീണ്ടും അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്ന കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ കർത്താവെ ദിവസങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവെ അങ്ങയുടെ പ്രിയ മക്കളായി ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ ഇവിടുന്ന് വീണ്ടും ഇടയാക്കണനായി പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കടന്നു എല്ലാ ദൈവമക്കളെ ദൈവങ്ങളിലേക്ക് താഴ്ത്തുന്നു. തുടർന്ന് കർത്താവ് ഞങ്ങളുടെ പ്രിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവ് പ്രാർത്ഥന ഇട്ടിരിക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ വാഴ്ത്തിയിട്ട് നമ്മൾ ദിവസം ഇരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസം ഇരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ കാലം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ചെയ്ത വിടുതലുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് മുമ്പാകെ കടന്നു വന്ന് കർത്താവിനെ വാഴ്ത്തുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ നൽകിയല്ലോ. ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ ഹല്ലേലൂയ എത്ര അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രോഗങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ ദിവ്യമായ നീക്കുപോക്കുകളെ, ആശ്വാസങ്ങളെ ഏറ്റെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ പല പ്രിയപ്പെട്ട രോഗികളായിട്ട് ഒക്കെ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന എന്നാൽ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് സൗഖ്യത്തോടെ ബലത്തോടെ ഇന്ന് പോൽക്കാലം കർത്താവ് ദിവസങ്ങളിൽ കടന്നു വരുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തി. യാത്രയിലായിരുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് സൗഖ്യത്തോടെ വന്നു ചേരുവാൻ കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രയിലായിരുന്ന ജിൻസി ബ്രദർ സൗഖ്യത്തോടെ കഴിഞ്ഞ ദിവസക്കാലം ഭവനത്തിൽ വന്നു ചേരുവാൻ കർത്താവ് ഇടയാക്കി. എങ്കിലും ശരീരമായ പനിയുടെ പ്രയാസങ്ങൾ കടന്നു പോകുന്നു. കർത്താവ് പൂർണ്ണമായ സൗഖ്യം കർത്താവ് വയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ ജോജി ബ്രദറും അതുപോലാത്ത ശരീര പ്രയാസങ്ങൾ കൂടെ കടന്നു പോയെങ്കിലും കർത്താവ് ഇന്ന് പലക്കാലം സൗഖ്യത്തോടെ ദിവസങ്ങളിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി കർത്താവിന് സകല ബഹുമാനം മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. വീണ്ടും കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് നടത്തട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സിസ്റ്റർ ആൻമേരിയുടെ പിതാവിനെ ഓർത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹാർട്ടിൻ്റെ ഒരു സർജറി നടക്കുവാനിടയായി. എങ്കിലും സർജറി
സർജറിയിൽ വളരെ സൗഖ്യത്തോടെ സർജറി കഴിഞ്ഞ് പ്രിയ പിതാവും ഭവനത്തിൽ കടന്നു വരുവാനിടയായി. കർത്താവ് അടുത്ത ദിവസകാലം ആൻമേരി നാട്ടിൽ നിന്ന് തിരിക്കുവാനുള്ള വിവരങ്ങൾ ഇടയായി. കർത്താവ് കൂടെ ഇരിക്കട്ടെ. പിതാവിനും ആവശ്യമായ സൗഖ്യം കർത്താവ് കൊടുത്തതിനായി കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ അനീശ്വറും കുടുംബവും അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിക്കുന്നു. പ്രിയപ്പെട്ട യാത്ര ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ലിജ സിസ്റ്ററും ശരീര പനിയാൽ ഭാരപ്പെടുന്നു. സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ വേണ്ടി സൂക്ഷിക്കട്ടെ. നമ്മളായിരിക്കും ജോലി സ്ഥാനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പും കാവലും അനുഭവിച്ചറിയാനിടയായി തീരട്ടെ. മനുഷ്യരുടെ കൂടെ കടന്നു വന്ന പ്രിയ സൗരനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധാരാളമായി ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹർദവുമായിട്ട് ഈ പ്രാർത്ഥന കൂടിയവരിലേക്ക് ഹർദവുമായിട്ട് ബ്രദറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ദേശത്തായിരിക്കുമ്പോൾ കർത്താവ് ആവശ്യമാകുന്ന ആരോഗ്യവും ബലവും ശേഷാല ജോലിയിലും ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. നമ്മളിൽ കർത്താവ് നിറയ്ക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് തോന്നുന്നു അല്ലേ, പരിചയമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 3-ാം സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാം സങ്കീർത്തനം നാം പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമാണ്. 3-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഷാൽ വി ഓൾ മെഡിറ്റേറ്റ് ഓൺ Psalms number 3. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം, അതിലേക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ആരംഭത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു ഗീതമാണ് പ്രൈസ് ദി ലോർഡ് ഈ സങ്കീർത്തനം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിശകലനം 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലുണ്ട്. പല സന്ദർഭങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ വന്ന അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ നേരിട്ട ചില സങ്കീർണമായ അല്ലെങ്കിൽ പ്രഷറൈസ്ഡായി വളരെയധികം സങ്കീർണമായി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കീർത്തനക്കാരൻ നിൽക്കുന്ന അനുഭവമാണ്. വിശേഷാൽ തൻ്റെ ഭവന അന്തരീക്ഷത്തിൽ തന്നെ അല്ലെങ്കിൽ തൻ്റെ സാമീപ്യം ഏറ്റവും അടുത്ത് അറിയുവാൻ പറ്റുന്ന അല്ലെങ്കിൽ തൻ്റെ ചലനങ്ങൾ ഏറ്റവും അടുത്ത് അറിയുവാൻ പറ്റുന്ന ആളാണ്. അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ അപ്പൻ മകനെന്നുള്ള ബന്ധം അല്ലേ, അങ്ങനെ ഒരു വളരെ നല്ല ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എപ്പോഴും അല്ലെങ്കിൽ ഒരു ഭവനത്തിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ അത് പോകേണ്ടത് ഒരപ്പൻ മകൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് ബന്ധം വളരെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? അതെല്ലാം വളരെയധികം സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് ആ മകൻ അല്ലെങ്കിൽ താനിപ്പോൾ ആയിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് വളരെയധികം പ്രതികൂലമായ ഒരവസ്ഥ അവിടെ വരുവാനിടയായി. തനിക്ക് അവിടെ നിൽക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ ആ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ അനുഭവങ്ങളുമായി ഇവിടെ തുടരുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരനുഭവത്തിലേക്ക് ആര് മാറ്റപ്പെട്ടു? ദാവീദ് മാറ്റപ്പെട്ടു. നിക്കക്കള്ളിയിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നിക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയായി, നിൽക്കുവാൻ ഇരിക്കുവാൻ പറ്റാത്തൊരവസ്ഥ. വിയർപ്പ് നമ്മുടെ ഭാഷയെ പറഞ്ഞ് നിക്കക്കള്ളിയില്ലെന്ന് പറയുമല്ലോ. എന്ത് ചെയ്യണം? ഓടണോ, ഇരിക്കണോ, നിൽക്കണോ, എന്ത് ചെയ്യണം, ആരോട് എന്ത് പറയണം, ഏത് പറയണം, അങ്ങനെ ഒരു അവസ്ഥ. അത് 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിച്ചെങ്കിലേ തന്നോടുകൂടെ വിശ്വസ്തതയായ അല്ലെങ്കിൽ തന്നോടുകൂടെ സേവിച്ച് നിന്ന പിന്നെ തനിക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പോലും എന്ത് ചെയ്തു? അവിടെ പെട്ടെന്ന് മാറി മറിയുവാൻ വിഷയങ്ങളുടെ നടുവിൽ പെട്ടെന്ന് താൻ ചിന്തിച്ചതുപോലെ തനിക്ക് വേണ്ടുന്ന എൻകറേജ്മെൻറ്റോ അല്ലെങ്കിൽ തനിക്ക് വേണ്ട സദുദ്ദേശമോ ഒന്നും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറി മറിയുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ദൈവമക്കളെ, അവിടെ നാം ചിന്തിക്കേണ്ടത് ക്രിസ്ത്യൻ ലൈഫ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് പലപ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏറ്റക്കുറച്ചിൽ, അതായത് അപ്സ് ആൻഡ് ഡൗൺസ്. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വിഷയത്തിനകത്തൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നാം അതിനെ നേരിടേണ്ടതായ അവസ്ഥയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ദാവീദിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ, നാം
അപഹരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ഇതുവരെ അങ്ങനെ ഒരു വിഷയത്തിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടില്ലല്ലോ. ഇതും ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിലേക്ക് അപ്രത്യക്ഷമായി കടന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ നിരവധി ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്നെ പിന്തുടർന്നുകൊണ്ട് ഇരിക്കുന്നല്ലോ എന്നുള്ള ചിന്ത, എന്നുള്ള ഭാരം ക്രിസ്തീയ ജീവിതത്തിൽ വരുത്തില്ലെന്നല്ല, അത് വരിക തന്നെ ചെയ്യും, അതുണ്ടാകുക തന്നെ ചെയ്യും. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇങ്ങനെയുള്ള ഭാരങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് ഇങ്ങനെയുള്ള ഭാരങ്ങൾ നേരിടേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യൂ. എന്നാൽ ഭാരങ്ങൾ നേരിടുമ്പോൾ തന്നെ ഒരു കാര്യം നാം വിശ്വസിക്കണം, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ, നാം ഭാരങ്ങളെ നേരിടുമ്പോൾ, വിഷയങ്ങളെ ഹല്ലേലൂയ നാം ഹല്ലേലൂയ റിസീവ് ചെയ്യുമ്പോൾ ഒന്ന് നാം മറന്നു പോകരുത്, എന്നെ നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. മറ്റാരും എന്നെ അറിയത്തില്ലായിരിക്കും, അനേകരെന്നെ അറിയേണ്ട പോലെ അറിഞ്ഞില്ല. ഇവിടെ ദാവീദിനെ അറിയേണ്ട പോലെ അറിവില്ല. അവിടെ ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കും. 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിലുണ്ട്, തന്നെ ഇതുവരെ അറിഞ്ഞുകൊണ്ടിരുന്ന, തന്നെ ഇതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ ആ പ്രവൃത്തി അല്ലെങ്കിൽ തന്നോട് കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ തനിക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്ന ഒരുവനാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അഹീത്തോഫേൽ എന്ന വ്യക്തി, മന്ത്രിയായ അഹീത്തോഫേൽ. അവിടെ 2 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലുണ്ട്. ഹല്ലേലൂയ അങ്ങനെ തനിക്ക് ഹല്ലേലൂയ തന്നോട് അടുത്ത് നിന്നിരുന്ന വ്യക്തിയാണ് അഹീത്തോഫേൽ. എന്നാൽ അവിടെ കാണാൻ സാധിക്കും അബ്ശാലോം ഹല്ലേലൂയ അവിടെ ഇസ്രായേലിയുടെ ഹൃദയം ഹല്ലേലൂയ അബ്ശാലോം വശീകരിച്ച് അവിടെ അനേകരെ കൂട്ടി താൻ അവിടെ ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ മുന്നോട്ട് വരുമ്പോൾ അവിടെ അഹീത്തോഫേലിനെ കൂട്ടി അവിടെ ഹല്ലേലൂയ തനിക്ക് മുമ്പായിട്ട് ജനത്തെ അവിടെ കൂട്ടി വന്നുകൂടിയാൽ ആ കൂട്ടിന് ബലമേറി വന്നു. 12-ാം വാക്യത്തിലുണ്ട്, ആ കൂട്ടിന് ബലമേറി വന്നു. ഹല്ലേലൂയ ദാവീദ് ഇപ്പോൾ ഹല്ലേലൂയ നോക്കിയാൽ ദാവീദിൻ്റെ ബലം എന്താണ്, ദാവീദിൻ്റെ ശക്തി എന്താണ്, ദാവീദിൻ്റെ നിർദ്ദേശം ആരാണ്, ദാവീദിന് ആരാണ് നിർദ്ദേശം കൊടുക്കാനുള്ളത്, ദാവീദിന് ആരാണ് ഒരു താങ്ങ് കൊടുക്കാനുള്ളത്? ഒരു താങ്ങുമില്ല. വന്ന് 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 എന്തായി തീർന്നു? ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിലുണ്ട്, അതിൻ്റെ തീവ്രത വർദ്ധിച്ചു, അതിൻ്റെ പ്രഷർ കൂടി. ഹല്ലേലൂയ വിഷയങ്ങളുടെ ആധിക്യം വർദ്ധിച്ചപ്പോൾ ആരും ഒരു താങ്ങ് കൊടുക്കാനില്ല, ആരും ഒരു കരം കൊടുക്കാനില്ല. അങ്ങനെ എന്തായി തീർന്നു? അതിൻ്റെ ഹല്ലേലൂയ 30 തൊട്ടുള്ള വാക്യങ്ങളുണ്ട്. ദാവീദ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലൂമലയുടെ കയറ്റം കയറി. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ ആയിരിക്കുന്നു? ദാവീദ് പിന്നെ കിരീടമൊക്കെ വെച്ച് രാജാവായിട്ടാണോ ഇരിക്കുന്നത്? സിംഹാസനത്തിൽ ഇരിക്കുകയാണോ ദാവീദ്? രാജാവായിട്ടിരിക്കുകയാണോ? അല്ല. ഇപ്പൊ എന്താ? ദാവീദ് തലമൂടി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുവൻ തലമൂടുന്ന ഏതവസ്ഥയിലാ? തലമൂടുന്ന ഏതവസ്ഥയിലാ? മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റേണ്ടെന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ തലമൂടുന്നത്. അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? ഒരു വ്യക്തി മറ്റുള്ളവരെ വേണ്ടതുപോലെ ഫേസ് ചെയ്ത് കാര്യങ്ങളെ പറയുവാൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുവാനുള്ള ശേഷി നഷ്ടപ്പെടുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്? തലമൂടി കവർ ചെയ്യുന്നത്. ഇവിടെ ദാവീദിൻ്റെ അവസ്ഥ വിഷയത്തെ പ്രസൻറ്റ് ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ പോലായി. തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. തൻ്റെ കൂടെ ചിലരുമുണ്ട്, കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്ന് അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകാരിൽ അഹീത്തോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ ഹല്ലേലൂയ ദാവീദിന് മുമ്പിലേക്ക് വരുന്നത് ഒന്നും നല്ല സ്വീകാര്യമുള്ള ശബ്ദങ്ങളല്ല, സ്വീകാര്യമുള്ള കാര്യങ്ങളല്ല. എന്നാൽ ദാവീദ് ഇവിടെ തലമൂടി കരഞ്ഞും കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നനച്ചിരിക്കാത്ത സമയത്ത് വന്ന പ്രതിസന്ധിക്കകത്ത് കരഞ്ഞും കൊണ്ട് മുന്നോട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞാൻ ഈ പശ്ചാത്തലങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് പ്രാരംഭത്തിൽ പറയുന്ന യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അനേകരാകുന്നു.
ഒരു കുഴപ്പമില്ലായിരുന്നതാണ്. പെട്ടെന്ന് വിഷയങ്ങൾ മാറി മറിയുന്നു. പെട്ടെന്ന് വിഷയങ്ങൾ മാറി മറിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുവാനും ഒന്നും കൂടെ ആ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം ഒന്നും കൂടെ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്നും കൂടെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ദൈവമേ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർ അനേകരോട് നമ്മൾ ആലോചന ചോദിച്ചിട്ട് കാര്യമില്ല. ഈ ഒരവസ്ഥയ്ക്കകത്തൂടെ ദൈവത്തിന് ചിലത് ഇടപെടുവാനുണ്ട്, ദൈവത്തിന് ചിലത് വിഷയങ്ങളെ സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ. ദാവീദ് എന്ന് പറയുകയാണ്, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ഓ ഹല്ലേലൂയ. അവിടെ അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും, അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന, ഗതിയില്ലാതെ നിൽക്കുന്ന ദാവീദിനെ കണ്ടുകൊണ്ട് അനേകർ പറയാണ്, അവനിൽ കാണുന്നത്, അല്ലെങ്കിൽ അവനെ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നൊരു ദൈവമുണ്ട്. പക്ഷെ ഇപ്പം എന്താണ്? അവനിൽ എന്ത് കാണുന്നില്ല? അവന് ദൈവത്തിങ്കൽ ആരും രക്ഷയില്ല, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. പലരും അവിടെ ആശയങ്ങൾ പറയുകയാണ്, ഇനിയും അവനൊരു നിലനിൽപ്പില്ല, ഇനി അവന് ആ വിഷയത്തിനകത്ത് ഒരു വിടുതൽ ഉണ്ടാകത്തില്ല, ഇതുകൊണ്ട് അവൻ അവസാനിക്കുകയാണ്, ഇനിയും അവന് മുന്നോട്ട് വരുവാൻ സാധ്യമല്ല. അതുപോലെയുള്ള എതിർപ്പിൻ്റെ നടുവിലാണ്, പ്രതിസന്ധിയുടെ നടുവിലാണ് ആയിരിക്കുന്നത്. ഇനിയും മുന്നേറുവാൻ സാധ്യമല്ല, ഇനി എഴുന്നേൽപ്പാൻ സാധ്യമല്ലെന്ന് പലരും അവനെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനുഷിക വാക്കുകൾ ഇവിടെ ഉയരുന്നത്, ഇനിയും രക്ഷയില്ല, ഇനിയും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ദൈവത്തോട് പറയുന്നത് കൊണ്ട് അതിന് വലിയ വിടുതലുണ്ടാകാൻ പോകുന്നില്ല, അതിന് വലിയ മറുപടി ഉണ്ടാകാൻ പോകുന്നില്ല, വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ദൈവമക്കളെ, അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഞാനൊരു വിഷയം പറയാം. ഇല്ല, ഹല്ലേലൂയ, ഏത് വിഷയം വരുമ്പോഴും ദൈവമക്കൾക്ക് ആശ്രയിപ്പാനുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. വാട്ട് എവർ ദ പ്രോബ്ലംസ് മേ ബി, എന്ത് തന്നെ ഹല്ലേലൂയ പ്രോബ്ലംസ് ആയിക്കോട്ടെ, എന്ത് തന്നെ വിഷയങ്ങളായിക്കോട്ടെ, അവിടെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിശ്ചയമായി ദൈവത്തിൻ്റെ മുഖം നാം അന്വേഷിക്കുന്നവരായി തീരുന്നെങ്കിൽ, നിശ്ചയമായി കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയില്ല എന്ന് പറയുമ്പോൾ ദൈവസന്നിധി ആകേണ്ടതുപോലെ നാം ആയിക്കൊണ്ട് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 4:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ താൻ പറയുന്നുണ്ട്, അവിടെ ദൈവത്തിൻ്റെ സമാധാനം നാം ഏറ്റെടുക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു വിഷയത്തിൻ്റെ നടുവിൽ നാം ഏറ്റെടുക്കണമെങ്കിൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. നാം പറയും ദൈവത്തിൻ്റെ സമാധാനം നാം അനുഭവിക്കണം, പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നാം അവിടെ ഒന്ന് വായിച്ചാട്ട്. 6 മുതലുള്ള വാക്യങ്ങൾ. യെസ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നമുക്കറിയിക്കുവാൻ ഒരു സ്ഥലമുണ്ട്, നമുക്കറിയിക്കുവാൻ ഒരാളുണ്ട്. ഭാരങ്ങൾ വരുമ്പോൾ, ക്ഷീണങ്ങൾ വരുമ്പോൾ, ആരും നമ്മളെ ഹല്ലേലൂയ അറിഞ്ഞില്ലെങ്കിലോ നമുക്കറിയിക്കുവാൻ ഒരുവനുണ്ട്. ഇന്ന് പോൽക്കാലം മറന്നു പോകരുത്. നമുക്കറിയിക്കുവാൻ, നമുക്ക് സംസാരിക്കുവാൻ, ഏത് സമയത്തും ഇടപെടുവാൻ ഒരുവനുണ്ട്. അത് തിരിച്ചറിഞ്ഞ ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആരും നിന്നെ കണ്ടില്ലെങ്കിലും, ആരും നിന്നെ കേട്ടില്ലെങ്കിലും, oh we have a God who hear and answer our prayer. അതാ നമ്മുടെ നിലനിൽപ്പ്. ലോകം ഇന്ന്
അനുകൂലമായി പറയുന്നവർ നാളെ പ്രതികൂലമാകാം. ഇന്ന് സഹകരിക്കുമെന്ന് തോന്നുന്നവർ നാളെ നിസ്സഹകരണമാകാം. അങ്ങനെയാണ് മനുഷ്യൻ. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടുന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, അതിനൊന്നും എവിഡൻസ് ഒന്നുമില്ല. അതൊക്കെ അങ്ങനെയാണ്. ലോകത്തിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. ലോകത്തിൻ്റെ അവസ്ഥ. ഒന്നും നമുക്ക് അതിനകത്ത് ഹല്ലേലൂയ ബാധ്യമല്ല. എന്നാൽ ഏത് വിഷയത്തിൻ്റെ നടുവിലും ഒരു ദൈവത്തിനെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. അതിനാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കാരണം എന്താ? വിചാരപ്പെട്ടിരിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തിയിലേക്ക് കയറുവാൻ പറ്റത്തില്ലെന്ന്. വിചാരങ്ങളുടെ ദൈർഘ്യം എന്താ? യഥാർത്ഥ ഡെസ്റ്റിനിലേക്ക് കൊണ്ടുപോകത്തില്ല. എന്നാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടറിയിക്കണം. ഹല്ലേലൂയ. ആരോടറിയിക്കണം? ദൈവത്തോടറിയിക്കണം. ഇന്ന് പൽക്കാലം ദൈവത്തോട് അറിയിക്കുന്നുണ്ടോ? ദൈവത്തോട് ഹല്ലേലൂയ പറയുന്നുണ്ടോ? വിഷയങ്ങളെ പറയുന്നുണ്ടോ? യാമങ്ങളിൽ പറയുന്നുണ്ടോ? ദൈവത്തോട് സംസാരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിക്കുന്നെങ്കിൽ നിശ്ചയമായി അവൻ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ അവൻ മതിയായ ദൈവമാണ്. അവൻ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇടപെടുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്നെങ്കിൽ നിശ്ചയമായി ദൈവം നമുക്ക് വേണ്ടി അയക്കുന്ന കാര്യമാണ് 7 പറഞ്ഞത്. എന്നാൽ വെറുതെ ഒറ്റയടിക്ക് കയറുകയല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് നിങ്ങൾ അറിയിക്കുമ്പോൾ എന്നാൽ പുറപ്പെടുന്നുണ്ട്. എന്താ പുറപ്പെടുന്നത്? സകല ബുദ്ധിയെയും കവിയുന്ന. പുറപ്പെടുന്ന എന്താ? നിങ്ങളുടെ വിഷയങ്ങൾ ദൈവഹിതപ്രകാരം നിങ്ങൾ സമർപ്പിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തിക്കൊടുത്ത് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ പുറപ്പെടുന്നതാണ് വാഗ്ദത്തം. പുറപ്പെടുകയാണ് ദൈവത്തിന്റെ സമാധാനം. ഇതങ്ങോട്ട് സമർപ്പിക്കേണ്ട പോലെ, വിധേയപ്പെടുത്തേണ്ട പോലെ പ്രാർത്ഥനയ്ക്കകത്തും അപേക്ഷയ്ക്കകത്തും സ്തോത്രത്തിനകത്തും വിഷയത്തെ കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നതാണ് നമ്മുടെ വായിച്ചത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ hallelujah and the peace of God which passes all the understanding. hallelujah. ഇതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന, ഇതുവരെ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന, ഇതുവരെ ഞാൻ ആകുലതയിലായിരുന്ന വിഷയത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ മറുപടി ഉണ്ടെന്നാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ഹല്ലേലൂയ. ഞാൻ ശബ്ദിക്കാതിരുന്നത്, മൗനമായിട്ടിരുന്നത് വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു സമാധാനം എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടെന്ന്, ഒരു സമാധാനം എൻ്റെ ഉള്ളിലുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രത്തോടെ വിഷയങ്ങളെ സമർപ്പിക്കുമ്പോൾ, hallelujah, now starting the peace that surpasses all the understanding. ദൈവത്തിൻ്റെ സമാധാനം എന്നിലേക്ക് വരികയാണ്. വിഷയങ്ങളുടെ നടുവിൽ എന്നെ നിർത്തുകയാണ്. ഹല്ലേലൂയ. വിഷയങ്ങളുടെ നടുവിൽ എന്നെ അതിനുവേണ്ടി എന്നെ എക്യുപ്പൈ ചെയ്യുക, എന്നെ ഹല്ലേലൂയ അതിനുവേണ്ടി ഏബിളാക്കുക. നമുക്കൊരുവിനെ അറിയാമല്ലോ, ഗിദെയോൻ അല്ലേ? ഹല്ലേലൂയ. ഗിദെയോൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഹല്ലേലൂയ. ശത്രുവിൻ്റെ കൈ പെടുവാതിരിക്കാൻ നാളുകളായിട്ട് തളർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക, വിഷയങ്ങൾ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഫലങ്ങളൊന്നും കാണിക്കാതിരിക്കുവാനായിട്ട് ശത്രു വന്ന് അതിനെ മുഴുവൻ അപഹരിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരുവൻ അവിടെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ
ഹാലലുയ, വളരെ ഹാലലുയ, ധൈര്യത്തോടെ നിന്നുകൊണ്ട് ശത്രുവിൻ്റെ പെടാതിരിക്കേണ്ടതിന് അവൻ അതിനെ ഹാലലുയ കവർ ചെയ്തുകൊണ്ട് ഹാലലുയ അവൻ നിൽക്കുകയാണ് ഗിദെയോൻ. ഹാലലുയ, ഗിദെയോൻ ഒരുവൻ അവിടെ നിന്നുകൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ ഹാലലുയ അനുഭവങ്ങളൊന്നും പോകാതിരിക്കുവാൻ അവൻ ഹാലലുയ ഒരു ഹാലലുയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഹാലലുയ എപ്പോഴെനിക്ക് വേണ്ടി വെളിപ്പെടും. എനിക്കിത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ശത്രു പലപ്പോഴും ഞങ്ങളെ ഹാലലുയ നശിപ്പിക്കുന്നു, ഞങ്ങളുടെ വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് ഫലവത്താകാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഫലം കൊടുക്കുവാൻ പറ്റുന്നില്ല. എന്നാൽ ഗിദെയോൻ അവിടെ നിന്നുകൊണ്ട് ഹാലലുയ ദൈവത്തിൻ്റെ ഹാലലുയ പ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹത്തോടെ വെമ്പലോടെ ദാഹത്തോടെ ശത്രുവിൻ്റെ പോകാതിരിക്കുവാൻ അവൻ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഹാലലുയ, ആരെ ബോധിപ്പിക്കുവാൻ വേണ്ടിയായി പ്രവർത്തിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഹാലലുയ, എങ്ങനെയെങ്കിലും പോകട്ടെ, എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് പറഞ്ഞ് ഗിദെയോൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലായിരുന്നു, ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. ഹല്ലേലൂയ, ആർക്ക് വേണം ഇത്? ആർക്ക് വേണം ഈ ഉപവാസം? ആർക്ക് വേണം ഈ പ്രാർത്ഥന? ആർക്ക് വേണം ഈ കൈയടി എന്ന് പറഞ്ഞ് സ്റ്റോപ്പായി പോകുന്ന ഒരു ഗിദെയോനെ അല്ല ഇവിടെ കാണുന്നത്. സകലത്തിന്റെ മുമ്പിൽ, ശത്രുവിന്റെ മുമ്പിൽ പരാജയം വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, ശത്രു സകലതും കൊണ്ടുപോകുമ്പോഴും ഇല്ല ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഗിദെയോൻ അവിടെ നിലകൊള്ളുകയാണ്. അങ്ങനെയുള്ള ഗിദെയോനെ നോക്കിക്കൊണ്ടാ സ്വർഗം പറഞ്ഞത്. ഒരു പേര് സ്വർഗം വിളിച്ചു, സ്വർഗം ഒരു പേര് കൊടുത്തു, എ മൈറ്റി മാൻ ഓഫ് വാലർ. സ്വർഗം ഒരു പേര് കൊടുത്തു കേട്ടോ. ലോകത്തിലെ അപ്പനും അമ്മയും കൊടുത്ത പേരല്ല അത്, ലോകത്തിലെ അപ്പനും അമ്മയും കൊടുത്ത പേരല്ല, ഇന്ന കുടുംബത്തിൽ കൂടെ വന്ന പേരല്ല. സ്വർഗം കൊടുത്ത പേര് വെളിപ്പെടുക, എ മൈറ്റി മാൻ ഓഫ് വാലർ, എ മൈറ്റി മാൻ ഓഫ് വാലർ, എ മൈറ്റി മാൻ ഓഫ് വാലർ. ഹല്ലേലൂയ. അല്ലയോ പരാക്രമശാലിയെ, നീ ഇതുവരെ നിന്നത് നിന്റെ ഹല്ലേലൂയ മിടുക്കൊണ്ടല്ല, നിന്റെ പണത്തിന്റെ ശേഷി കൊണ്ടല്ല, നിന്റെ ആരോഗ്യം കൊണ്ടല്ല. നീ ഇത് ചെയ്തത് ഹല്ലേലൂയ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഇന്ന് പോൽക്കാലം അതറിയാതെ പോകരുത്. ദൈവത്തിന്റെ കരം ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തിയോടെ നിലകൊള്ളുവാൻ ഇടയായി തീർന്നു. ഗിദെയോൻ ആ തലമുറയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഗിദെയോനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ന്യായാധിപരുടെ പുസ്തകത്തിലുണ്ട്, അല്ലയോ പരാക്രമശാലിയെ, ഹല്ലേലൂയ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. നിനക്കിത് ചെയ്യണമെങ്കിൽ നീ ഒറ്റയ്ക്കല്ല, നിനക്കത് ചെയ്യണമെങ്കിൽ നീ ഒറ്റയ്ക്കല്ല. ഇന്ന് പോൽക്കാലം വിഷയങ്ങളുടെ നടുവിൽ നീ ഒറ്റയ്ക്കല്ല കേട്ടോ, നീ ഒറ്റയ്ക്കല്ല. നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ചില ദൗത്യങ്ങളിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല. പ്രാർത്ഥിക്കുന്ന കുടുംബമേ, പ്രാർത്ഥിക്കുന്ന ജീവിതമേ, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. റബല ശന്തല റിഖബ. ആരാധിക്കട്ടെ, അല്ലാത്തൊരു കാഴ്ചക്കാരായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരാധിക്കുക. That doesn't mean to me. ഹല്ലേലൂയ. വിഷയങ്ങളുടെ നടുവിൽ തളരാതെ ഇന്ന് മുന്നോട്ട് നടത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവോ. ഹല്ലേലൂയ. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. നീ മുന്നോട്ട് പോകുമ്പോൾ പല വിഷയങ്ങളുടെ നടുവിൽ ഇതെങ്ങനെയായിത്തീരുമില്ല. സ്വർഗം നിന്നെ, വിഷയങ്ങളുടെ നടുവിൽ സ്വർഗം നിന്നെ കാണുന്നത്, സ്വർഗത്തിലെ അപ്പൻ നിന്നെ കാണുന്നത് ഹല്ലേലൂയ മറ്റാരും കാണുന്നത് പോലെയല്ല. ദാവീദിനോടുകൂടെ പറയുന്നു, നിനക്ക് ദൈവത്തിൻ്റെ രക്ഷയില്ല. ഇതിനും പറയാണ് പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനും പറയാണ് പിന്നെന്തുകൊണ്ടാണ് ഞങ്ങൾ തോക്കുന്നത്? പിന്നെന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പരാജയപ്പെടുന്നത്? പിന്നെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന പോലെ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാത്തത്?
പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പിന്നൊക്കെ ദൈവം പറഞ്ഞു കഴിഞ്ഞിട്ടും പറയുകയാണില്ല, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അത്രത്തോളം ശക്തിയില്ല, സ്ട്രെങ്ത് ഇല്ല, എനിക്ക് അത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ദൈവം പറയുകയാണില്ല, എൻ്റെ കുടുംബം ചെറുതാണ്. No, I don't have the strength. I don't have the ability. I don't have the strength to go forward and meet the enemies. I don't have the strength. I don't have the ability. എൻ്റെ കുലം ചെറുതാണ്, എനിക്കത് സാധ്യമല്ല. അവിടാണ് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ചൊരിയപ്പെടുന്നത്. കർത്താവേ, ഇന്നുപോലെ കാലം വിഷയങ്ങളെ ദൈവങ്ങളിലേക്ക് കൊടുക്കാമോ? ലോകം പറയുന്ന പോലെയല്ല, ലോകം ചെയ്യുന്നത് പോലെയല്ല. ഉയരത്തിൽ ദൈവം കണ്ടു കഴിയുമ്പോൾ അവൻ നിന്റെ മേൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ഉയരത്തിൽ ദൈവം നിന്നെ കണ്ടു കഴിയുമ്പോൾ ലോകം നിന്റെ മേൽ പ്രസാദിക്കേണ്ട. ഉയരത്തിൽ ദൈവം ഗിദെയോനെ കണ്ടു, ഗിദെയോന്റെ പ്രവൃത്തിക്ക് വേണ്ടി മുന്നോട്ട് നടത്തി. ഇവിടെ സങ്കീർത്തനത്തിൽ വീണ്ടും പറയുകയാണ്, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയമാണ്. ദാവീദ് പറയുകയാണ്, വൈരികൾ പെരുകിയിരിക്കുന്നു പറയുമ്പോൾ തന്നെ ഇപ്പോൾ ദാവീദ് പറയുന്നത് നീ എനിക്ക് ചുറ്റും പരിചയമാണെന്ന്. എന്ന് പറഞ്ഞാൽ ഏത് സൈഡിൽ നിന്ന് ശത്രു വന്നാലും നീ എനിക്ക് പരിചയമാണ്. നീ എന്നെ സൂക്ഷിക്കുന്നു, നീ എന്നെ ഹല്ലേലൂയ തകർന്നു പോകാതെ നീ എന്നെ നിർത്തുകയാണ്. ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നമ്മൾ വായിച്ച ദാവീദ് തലമൂടിയവനായി മുന്നോട്ട് പോയപ്പോൾ ഇല്ല, ഇപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ എന്നേക്കുമായിട്ട് തലമൂടിയിരിക്കുവാനല്ല, ഞാൻ എൻ്റെ തല ഉയർത്തുവാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കൃപ ചെയ്യും. എൻ്റെ ദൈവം എന്നെ അതിനു വേണ്ടി ഹല്ലേലൂയ എന്നെ ബലപ്പെടുത്തും. ദാവീദിനെതിരായി വന്ന ശത്രുക്കൾ, ദാവീദിനെതിരായി എഴുന്നേറ്റ വ്യക്തികൾ, പിന്നത്തെ ഇതിൽ കാണാൻ സാധിക്കുന്നത് അവർ ഹല്ലേലൂയ ലോകത്തിൽ ഹല്ലേലൂയ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് വന്ന് തകർന്നു പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിലവിളിക്കുന്നെങ്കിൽ നിശ്ചയമായി അവൻ നമ്മളെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ അവിടെ നിലവിളി ഉയരുക. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തൻ്റെ വിശുദ്ധ പദത്തിൽ ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഇന്ന് പൽക്കാലം ഉച്ചത്തിൽ നിലവിളിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി മറുപടി അയപ്പാൻ എൻ്റെ ദൈവം ഹല്ലേലൂയ മതിയായവനാണ്. ഉച്ചത്തിൽ നിലവിളിക്കുന്നെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിൽ ഹല്ലേലൂയ അവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ ലജ്ജകൂടാതെ മുട്ടുമ്പോൾ ലജ്ജകൂടാതെ ലജ്ജിക്കാതെ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലുണ്ട്, ലജ്ജിക്കാതെ, ലജ്ജിച്ചു പോകുവാനല്ല. അനേകര് നിലവിളിച്ചിട്ട് പിന്നെ പല വഴികളിലും പോയപ്പോൾ ലജ്ജ കൂടാതെ ഹല്ലേലൂയ നിലവിളിക്കുമ്പോൾ, യാചിക്കുമ്പോൾ ലജ്ജ കൂടാതെ ചോദിക്കുന്നെങ്കിൽ അകത്തുനിന്ന് പ്രതീക്ഷയ്ക്ക് ഏറ്റ സമയമല്ലെങ്കിലും ഹല്ലേലൂയ അവിടെ നിന്നൊരു പ്രവൃത്തി ഉണ്ടാകുമെന്ന്. അവിടെ ആ ഭാഗത്തേക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ ഉച്ചത്തിൽ നിലവിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ ഭാഗത്തിലേക്ക് ഹല്ലേലൂയ 15-ാം അധ്യായത്തിലുണ്ട്. 15-ാം അധ്യായത്തിനൊടുവിലേക്ക് കടന്നു വരുമ്പോൾ അവൻ സ്നേഹിതനിട്ട് ഹല്ലേലൂയ എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട്
ഇനിയും അവിടെ യാതൊരു നിവൃത്തിയുമില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് പോകുകയല്ല. ഇനിയും വിളിച്ചിട്ടൊന്നും കാര്യമില്ല, ഇവിടെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചാപ്റ്റർ മുഴുവൻ ക്ലോസ് ആക്കിയെന്ന് പറഞ്ഞ് പുറകോട്ട് പോകുകയല്ല. അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തോ, ഈ ദിവസങ്ങളിൽ ലജ്ജ കൂടാതെ ദൈവത്തോട് ചോദിക്കുക, ലജ്ജ കൂടാതെ ദൈവത്തോട് നിലവിളിക്കുക. ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ നിശ്ചയമായി ചോദിക്കുന്നവരെ അവൻ മറക്കാതെ വേണ്ടുന്നോളം തന്ന് അവൻ നിറയ്ക്കുവാൻ മതിയായ ദൈവമാണ്. എങ്ങനെയാ തന്നത്? അവൻ വേണ്ടുന്നിടത്തോളം കൊടുക്കും, വേണ്ടുന്നിടത്തോളം. ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ട് നിൽക്കുക. ഓ സമയം ഹല്ലേലൂയ മുന്നോട്ട് പോയിരിക്കുന്നു. സമയത്തിൻ്റെ ദൈർഘ്യങ്ങൾ കഴിഞ്ഞു പോയിട്ടിരിക്കുന്നു. ഇത് അർദ്ധരാത്രിയുടെ അനുഭവമാണ്. ഇത് ഇവിടെ നിന്ന് ഹല്ലേലൂയ യാതൊരു സാധ്യതയുമില്ല. ഈ സമയത്ത് ഹല്ലേലൂയ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഹല്ലേലൂയ ഇവിടെ ശബ്ദമൊന്നും അകത്തേക്ക് കയറുവാനായി യാതൊരു സാധ്യതയുമില്ല. സാധ്യതകൾ മുഴുവൻ അടഞ്ഞു നിൽക്കുമ്പോഴുമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുവന് വേണ്ടി വെളിപ്പോട്ട് വരിക. അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഉദ്ദേശം ഹല്ലേലൂയ അവന് വേണ്ടി പൂർണ്ണമാകപ്പെടുകയാണ്. ഇന്ന് പകൽക്കാല ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം, ലജ്ജ കൂടാതെ ദൈവത്തോട് ഇടപെടുന്നെങ്കിൽ, വിഷയങ്ങളെ തുറന്നു പറയുന്നെങ്കിൽ, ഷെയർ ചെയ്യുന്നെങ്കിൽ, ദൈവത്തോട് സംസാരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ലജ്ജ കൂടാതെ ഹല്ലേലൂയ. പലരും നിന്നോട് ഹല്ലേലൂയ സംസാരിച്ചില്ലെങ്കിൽ ദൈവത്തോട് ഹല്ലേലൂയ നീ പറയേണ്ടവനോട് വിഷയം പറയുന്നെങ്കിൽ നിശ്ചയമായി അതിനകത്തുനിന്ന് നിനക്ക് വേണ്ടി ഒരു പ്രവർത്തിക്കുന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ വേണ്ടുന്നതോളം തന്ന് നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ ആ ദൈവം മതിയായ ദൈവമാണ്. വേണ്ടുന്നിടത്തോളം വിഷയങ്ങളുടെ ദൈർഘ്യം അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ക്ഷീണിച്ചിരിക്കുന്ന വിഷയങ്ങളാണോ, രോഗമായിട്ടിരിക്കുന്ന വിഷയങ്ങളാണോ? ഇല്ല, അതിനുമേൽ പ്രവർത്തിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. കർത്താവ് നാളുകളായിട്ട് ഞാൻ ആ വിഷയം കൊണ്ട് ദിവസത്തിലിരിക്കുന്നല്ലോ, അനേകരോട് പറഞ്ഞല്ലോ, ഇല്ല അത് ഇതുവരെ നടന്നില്ലല്ലോ, ഇതുവരെ അത് ഹല്ലേലൂയ കർത്താവേ അത് ഇതുവരെ ആ വിഷയത്തിന് ഹല്ലേലൂയ മറുപടി കിട്ടിയില്ലല്ലോ, ഞാൻ ക്ഷീണിച്ചില്ല. മുട്ടിക്ക നിമിത്തം ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ട്. ഹല്ലേലൂയ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അകത്തുനിന്ന് ഹല്ലേലൂയ പ്രതീക്ഷയുടെ വാതിൽ ഹല്ലേലൂയ ദൈവം തുറന്നു കൊടുക്കുകയാണ്. നാം ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ രക്ഷയില്ല, ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. രക്ഷയില്ല, നിനക്ക് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് പലരും പറയുന്നു. ഇല്ല, ഉദ്ധരിക്കുന്ന ഒരുവനുണ്ട്. നിലവിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരുവനുണ്ട്. ഇന്ന് പൽക്കാലം ആ ദൈവം എൻ്റെ വിഷയം, എൻ്റെ ഭാരം, ഞാൻ ലജ്ജിച്ചു പോകേണ്ട ഹല്ലേലൂയ വിഷയങ്ങളുണ്ട്. ഇല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ, ഞാൻ ആ വിഷയത്തെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവൻ എനിക്ക് വേണ്ടി പ്രവൃത്തി അയപ്പാൻ മതിയായ ദൈവമാണ്. ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ്, ശബ്ദമുയർത്തി നിലവിളിക്കുകയാണ്. ഇല്ല, വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുന്നൊരു ദൈവം വിഷയങ്ങളുടെ നടുവിൽ, പ്രതീക്ഷയില്ലാത്ത ഹല്ലേലൂയ വിഷയങ്ങളുടെ നടുവിൽ ജീവിതത്തിൽ സങ്കീർണമായ അനുഭവങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ നിലനിൽക്കുവാൻ സാധ്യതയില്ലെന്ന് അനേകർ പറയുമ്പോൾ, ഇല്ല, നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ താങ്ങുന്ന കരമുണ്ട്. ആ കരത്താൽ നമ്മളെ ദൈവം നിലനിർത്തും, നമ്മളെ നിലനിർത്തും. ഇന്ന് പോൽക്കാലം നിലനിർത്തും. വിഷയങ്ങളുടെ നടുവിൽ നിലനിർത്തും, വിഷയങ്ങളുടെ നടുവിൽ നിലനിർത്തും. ആ ദൈവം എന്നെ നിലനിർത്തും. ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ നിലനിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ നിലനിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ വാഴ്ത്താൻ കരങ്ങൾ ഉയർത്തി കർത്താവിനെ വാഴ്ത്തിയാട്ടെ. അവൻ എന്നെ നിലനിർത്തും, അവൻ എന്നെ നിലനിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നമ്മുടെ വിഷയങ്ങളുടെ മേൽ ആ കർത്താവിന്റെ പ്രവൃത്തി അനുഭവിച്ചറിയാനിടയായി തീരട്ടെ. അൺസേർട്ടനായി നിൽക്കുന്ന ഫ്യൂച്ചർ, ദാവീദിന്റെ മുമ്പിൽ അൺസേർട്ടനിറ്റിയാണ്. ഇല്ല, ഇനിയൊരു ഫ്യൂച്ചർ ഇല്ല, ഇനിയൊരു ഭാവിയില്ല, എല്ലാം അടഞ്ഞു പോയി. സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും എതിരുകൾ,
വിശ്വസ്തനായിരുന്ന മന്ത്രി എതിരായി, വിശ്വസ്തന്മാർ ഹല്ലേലൂയ എതിരായി കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, രക്ഷിക്കുന്ന ഒരുവനുണ്ട്, ഉദ്ധരിക്കുന്ന ഒരുവനുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം, ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്താം. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ.